റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബഹുമാനത്തോട് യോജിക്കുന്ന നിലക്ക് മനോഹരമായ ഖുബ്ബ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്തും പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരമായ ഖുബ്ബ വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ അതേ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിന്റെ മീതെ എടുത്ത ഖുബ്ബ, ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചിട്ട് എടുത്ത ഖുബ്ബ, അത് പൊളിച്ചു നീക്കാൻ വേണ്ടി ഷാഫി മദ്ഹബിലെ പ്രമുഖന്മാരായ ഒരു സംഘം ആളുകൾ ഫത്വ നൽകിയതായിട്ട് അതാ നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു ഹജറുൽ ഹൈതമി രേഖപ്പെടുത്തുകയാണ്. വലഖദ് അഫ്താ ജമാഅത്തും മിൻ ഉലമാഇ ശാഫിഇയ്യ ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ വഇൻ സുരിഫ അലൈഹാ ഉലൂഫും മിനദ് ദനാനീർ. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചിട്ട് നിർമ്മിച്ച ഖുബ്ബയായിട്ട് പോലും ആ ഖുബ്ബ ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മുകളിലുള്ള ഖുബ്ബ ഇടിച്ച് പൊളിക്കാൻ വേണ്ടി ഷാഫിഈ മദ്ഹബിലെ പ്രമുഖന്മാരായ ഒരു സംഘം തന്നെ ഫത്വ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഖുബ്ബ പൊളിക്കാൻ ആരാ പറഞ്ഞത്? നിങ്ങൾ ഇവിടുന്ന് പ്രസംഗിച്ചില്ലേ? ലോകത്താദ്യമായി ഖുബ്ബ പൊളിക്കാൻ പറഞ്ഞത് മുജാഹിദ് മൗലവിയാണെന്ന് പറഞ്ഞില്ലേ? മുജാഹിദ് മൗലവിമാരാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് പ്രമാണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഖുബ്ബ പൊളിക്കാൻ ആദ്യം പറഞ്ഞത് ആരാ? ആ നിലക്കുള്ള കെട്ടിടങ്ങളെ പൊളിക്കാൻ പറഞ്ഞത് ആരാ? മുജാഹിദുകളാണോ? അല്ല, അല്ല കേട്ടോ. ഞങ്ങളുടെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അങ്ങനെ ഏൽപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് കൊടുത്തതല്ലേ? ഓ അലി, പൊങ്ങി നിൽക്കുന്ന ഒരു ഖബറുകളെയും നീ തട്ടിനിരപ്പാക്കാതെ വിടരുത്. അതേപോലെ തന്നെ നീ എന്ത് ചെയ്യരുത്? ഒരു പ്രതിമയെയും തകർക്കാതെയും വിടരുത്. എന്തൊക്കെ അലി റളിയല്ലാഹു അൻഹുവിനോട് ആദ്യം ഓർഡർ കൊടുത്തത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ ഓർഡർ മറ്റൊരാളോട് പകർന്നു കൊടുത്തത് അലി റളിയല്ലാഹു തആല അൻഹു മറ്റൊരാളോട് അതേ വസിയത്ത് കൊടുത്തിട്ടില്ലേ? അതേപോലെ തന്നെ ഇമാമിങ്ങളുടെ റിപ്പോർട്ടിലും ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ? ഇതങ്ങ് പറയുമ്പോ പേരോട് പിന്നെ പറയുന്നത് മൗലവി നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കണ്ട. ഷാഫി മദ്ഹബില് ഖുബ്ബ കെട്ടുക എന്നുള്ളത് തെറ്റല്ല, പുണ്യകർമ്മമാണ്, പുണ്യകർമ്മമാണ്. തുഹഫയിലും നിഹായിലും ഉണ്ട് പുണ്യകർമ്മമാണ് എന്ന നിലക്ക് എന്ന്. എന്നാൽ തുഹഫയിലും അതേപോലെ തന്നെ നിഹായിലും ഒക്കെ വേറെയുമില്ലേ പേരോടെ? നിങ്ങൾ അതെന്തേ കേൾപ്പിക്കാഞ്ഞത്? നിഹായിൽ നിന്ന് കേൾപ്പിക്കട്ടെ. വയുക്റഹു തജ്സീസുൽ ഖബരി, അതിന്റെ വ്യാഖ്യാനം കൊടുക്കുന്നു, ശർഹ് കൊടുക്കുന്നു. ഐ തബീലുഹു ബിൽ ജിസ്സി, കുമ്മായമിടൽ അത് വെറുക്കപ്പെട്ടതാണ്. വൽബിനാഉ, കെട്ടിടവും അലൈഹി അതിന്റെ മീതെ കഖുബ്ബത്തിൻ ഔ ബൈത്തിൻ ലിന്നഹി അൻഹുമാ, ഖുബ്ബയും വീടും പോലെയുള്ളതൊക്കെ അതൊക്കെയും വിരോധിക്കപ്പെട്ട സംഗതിയായതുകൊണ്ട് അതൊക്കെയും പാടില്ലാത്തതാണ്, വെറുക്കപ്പെട്ടതാണ്. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ വിരോധിക്കപ്പെട്ട സംഗതിക്കാ കറാഹത്ത് എന്ന് പറയാന്? നിങ്ങൾ എന്നെ ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ലേ? അപ്പൊ വിരോധിക്കപ്പെട്ട പരിപാടിയെ പറ്റിയല്ലേ നിങ്ങൾ ഈ പുണ്യകർമ്മമാണെന്ന് പറയുന്നത്? ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ ഷാഫി മദ്ഹബിലെ ഉലമാ, സാധാരണക്കാരല്ല, മോശക്കാരല്ല, ഉലമാകളായ ഷാഫി മദ്ഹബിലെ ഉലമാകളായ ഒരു ജമാഅത്ത് തന്നെ, ഒറ്റയും തെറ്റയുമായ ഒരാളോ രണ്ടാളോ അല്ല, ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഇയ്യ, ശാഫിഈ മദ്ഹബിലെ പ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ ഒരു സംഘം തന്നെ ഫത്വ കൊടുത്തു. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചിട്ട് നിർമ്മിച്ച ഷാഫി ഇമാമിന്റെ ഖുബ്ബയെ പോലും പൊളിക്കാൻ ഫത്വ കൊടുത്തു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബിൽ നിന്നല്ലേ ഞാൻ വായിച്ചത്? അങ്ങനെ തുഹഫയിലും അത് സംബന്ധമായി പരാമർശമുണ്ട്, കേട്ടോളൂ. വൽബിനാഉ അലൈഹി എന്നതിന്റെ വിവരണത്തിൽ അവിടെയും ആ കാര്യം പറയുന്നുണ്ട്. എഴുതുന്നതിനെ സംബന്ധിച്ചും അവിടെ പരാമർശമുണ്ട്, പേരെഴുതി വെക്കുന്നതും അങ്ങനെ പലതിനെ പറ്റിയും വളരെ വിശദമായി പറയുന്നുണ്ട്. എന്നിട്ട് അപ്പൊ പലരും ചോദിക്കില്ലേ എന്ത്? എന്നാൽ പല നാടുകളിലും ഇങ്ങനെ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ പേരെഴുതി വെക്കുന്നത് കാണുന്നുണ്ടല്ലോ. അത് പ്രസിദ്ധമായി പല നാടുകളിലും നടപ്പിലില്ലേ? പേരോട് ചോദിക്കാറില്ലേ? മിസ്രിലേക്ക് പോയി നോക്കൂ, എത്ര ഖബറുകളാണ്, എത്ര ഖബറുകളാ! ഇറാനിൽ എത്ര ഖബറുകളാ, ഒമാനിൽ എത്ര ഖബറുകളാ, എത്ര ഖബറുമല എഴുതി വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറില്ലേ? ഏതെങ്കിലും ചില കാലഘട്ടത്തിൽ അതൊക്കെ അവിടെ നിലനിന്നു എന്നതുകൊണ്ട് അതൊന്നും ഇസ്ലാമിൽ രേഖയല്ല കേട്ടോ.
കാരണം നല്ല കാലത്ത് ചെയ്തതേ തെളിവുള്ളൂ. കാലം ദുഷിച്ചു പോയിട്ടുണ്ട്. കാരണം പണ്ഡിതന്മാര് പറഞ്ഞാൽ അംറും ബിൽ മഅറൂഫും നഹിയും അനിൽ മുൻകറും, അഥവാ പണ്ഡിതന്മാര് ജനങ്ങളോട് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത പല ആളുകളും പല രാജ്യങ്ങളും പല കാലങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കാലത്തൊക്കെ അവിടെ നിലനിന്നതൊന്നും ഒരു തെളിവായിട്ട് പറയാൻ കൊള്ളില്ല എന്ന നിലക്ക് സംസാരിക്കുന്നുണ്ട് പിന്നീട്. അപ്പൊ സഹോദരന്മാരെ, ലോകത്ത് അവിടെ ഖബറില്ലേ, ഇവിടെ കുബ്ബയില്ലേ, ഇവിടെ ജാറമില്ലേ എന്നതൊന്നും ഇസ്ലാമിൽ രേഖയല്ല കേട്ടോ. ഇസ്ലാമിലെ രേഖ അത് പഠിപ്പിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. സഹാബത്ത് അത് നമുക്ക് പഠിപ്പിച്ചു തരണ്ടേ? നിങ്ങൾ നോക്കൂ, ഖബർ ഒരു ചാണിലധികം ഉയർത്തരുത് എന്ന് ഈ ഷാഫി മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടില്ലേ? ശറഹുൽ കബീറിൽ നിന്ന് വായിക്കട്ടെ. അൽ മുസ്തഹബ്ബു അല്ലാ യുസാദ ഫിൽ ഖബരി അലാ തുറാബിഹി അല്ലദീ ഉഖ്രിജ മിൻഹു ഹത്താ ലാ യഅ്ലുമ ശുഹൂസുഹു അനിൽ അർളി വലാ യർഫഅ അർശുഹു ഇല്ലാ ഖദ്റ ശിബിരിൻ ലിമാ റുവിയ അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ലുഹിദ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനുസിബ അലൈഹി ലബ്ന നസ്ബൻ വറുഫിയ ഖബ്റുഹു ഖദ്റ ശിബിരിൻ. ഞാൻ പറയട്ടെ അതിന്റെ ആശയം. ഖബർ, ആ ഖബറിൽ കുഴിക്കുമ്പോൾ ആ ഖബറിൽ നിന്ന് തുരന്ന് പുറത്തേക്കെടുത്ത മണ്ണിലധികം അങ്ങോട്ട് പിന്നെ ഇടരുത്. ഖബർ കുഴിക്കുമ്പോ പുറത്തേക്കെടുത്ത മണ്ണ് അതിലപ്പുറം ചേർക്കരുത്. എന്താ ചേർത്താല് ഖബർ വലുതാവും, ഖബർ ഉയരം കൂടി പോകും. അതുകൊണ്ട് ഒരു ചാണിലപ്പുറം അത് ഉയർന്നു പോകും. ഒരു ചാണല്ലേ പാടുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. തെളിവും പറയുന്നുണ്ട്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത്. ഇനി ഷാഫി ഇമാം തന്നെ പറഞ്ഞിട്ടില്ലേ? ഷാഫി ഇമാമിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, വഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അല്ലാ യുസാദ ഫിൽ ഖബരി തുറാബും മിൻ ഗൈരിഹി വലൈസ ബിഅൻ യകൂന ഫീഹി തുറാബും മിൻ ഗൈരിഹി ബഅസുൻ ബിഅന്നഹു ഇദാ സീദ ഫീഹി തുറാബും മിൻ ഗൈരിഹി ഇർതഫഅ ജിദ്ദാ وإنما أحب أن يشخص على وجه الأرض شبرا أو نحوه وأحب أن لا يبنى ولا يجصص فإن ذلك يشبه الزينة والخيلاء وليس الموت موضع واحد منهما. ആശയം പറയട്ടെ സഹോദരന്മാരെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നത്. ഖബറിൽ നിന്ന് പുറത്തേക്കെടുത്ത മണ്ണിലപ്പുറം അതിലേക്ക് കൂട്ടരുത്, മറിച്ച് ഭൂമിയിൽ നിന്ന് സമതലപ്പിൽ നിന്ന് ഒരു ചാൺ ഉയർത്തപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതിന്മേൽ എടുപ്പെടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് എടുപ്പെടുക്കപ്പെടാതിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കുമ്മായമിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അലങ്കാരത്തിന്റെയും താൻ പോരിമയുടെയും ലക്ഷണങ്ങളാണ്. മരണം അതിന്റെയൊന്നും സ്ഥലങ്ങളല്ലല്ലോ എന്ന് ഷാഫി ഇമാം രേഖപ്പെടുത്തുന്നു. ഇനിയും നോക്കൂ നിങ്ങൾ, ഹൈത്തമി നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതനല്ലേ? അദ്ദേഹത്തിന്റെ അസ്സവാജിർ എന്ന കിതാബിൽ പറയാണ്, ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാര് പറഞ്ഞതായി അതിനെ സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ഹറാമുകളിൽ, ഗൗരവതരമായ ഹറാമുകളിൽ പെട്ടതാണ്, ശിർക്കിന്റെ കാരണങ്ങളിൽ പെട്ടതാണ് ഖബറുകളുടെ സമീപം നിസ്കരിക്കലും ഖബറുകളെ പള്ളികളാക്കലും അതിന്മേൽ എടുപ്പെടുക്കലും ഒക്കെ. അത് വെറുക്കപ്പെട്ട സംഗതിയാണ് എന്ന് പറയുമ്പോൾ അതൊരു കൊച്ചു കറാഹത്താണ് വിചാരിച്ചു പോകരുത്. കാരണം അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് വളരെ കൃത്യമായി ചെയ്യുന്ന ആളുകളെ ശപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പണ്ഡിതന്മാര് പിന്നെ ഒരു കേവലം ചെറിയ തെറ്റാക്കി പറയുമെന്ന് വിചാരിക്കപ്പെടാൻ പാടില്ലല്ലോ. മറിച്ച് അദ്ദേഹം പറയുകയാണ്, വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂരി ഇദ് ഹിയ അളറു മിൻ മസ്ജിദിൽ ദിറാർ ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, മദീനയിൽ റസൂലുള്ളാഹിയുടെ പള്ളിക്ക് സമാന്തരമായി കൊണ്ട് നിർമ്മിച്ച മസ്ജിദുൽ ദിറാർ പോലെ ശപിക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊന്നും. അതുകൊണ്ട് അത്തരത്തിലെ ഖുബ്ബകളെ ഇടിച്ചു പൊളിക്കണമെന്ന് നിർബന്ധമാണെന്നൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പൊങ്ങി നിൽക്കുന്ന ഖബറുകളെ പൊളിക്കാനും അവിടെ തൂക്കിയിട്ടുള്ള തൂക്ക് വിളക്കുകളെയും ഒക്കെ എടുത്തു മാറ്റാനും അതൊന്നും വഖഫ് ചെയ്യാനോ നേർച്ചയാക്കാനോ പാടില്ല. ഇതൊക്കെ പറഞ്ഞത് മുജാഹിദ് മൗലവിമാരാണോ? ഖുബ്ബ പൊളിക്കാൻ ആരാ പറഞ്ഞത്? അവിടെ വിളക്ക് കത്തിക്കരുതെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരല്ലേ? ഇനി സഹോദരന്മാരെ, രസകരം